റഹീസ്, ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആ മരണം ആ കുടുംബം പുറത്തേക്ക് അറിയിച്ചില്ല എന്നിടത്താണ് അവർ സംശയത്തിന് നിഴലാകുന്നത്. മാത്രമല്ല ജീവനോടെ കല്ലറയ്ക്കിലാക്കുകയാണോ എന്ന സംശയം കൂടി നാട്ടുകാർ ഉന്നയിക്കുകയാണ്. ആ കല്ലറ പൊളിച്ചു വേണം ഫോറൻസിക് പരിശോധന. അപ്പോൾ അതിന് ഇപ്പോൾ അവർ അനുവദിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണോ ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? ആരാണ് ഇവർക്ക് ഈ പിന്തുണയുമായി അവിടെ എത്തിയിരിക്കുന്നത്? സ്മൃതി, ഇതിൽ നാട്ടുകാർ തുടക്കം മുതൽ ഉന്നയിക്കുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ 11:30 ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെയും ഇവർ അറിയിച്ചില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഒരാളെ എന്ന് പറയുമ്പോൾ ഈ ഗോപൻ സ്വാമിക്ക് ഒരു സഹോദരിയാണുള്ളത്. ആ സഹോദരി ഈ വീടുമായി നിരന്തരം ബന്ധമുള്ള ആളാണ്. സഹോദരിയുടെ ഒരു മകൾ മല്ലിക, അവർ സ്ഥിരമായി ഈ വീട്ടിലേക്ക് വരുന്നയാളാണ്. അവരെ പോലും അറിയിക്കാതെയുള്ള ഇത് ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയതുകൊണ്ട് ഉള്ള പ്രശ്നമാണ്. സ്മൃതി, ഇതാ നടപടികളിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ കല്ലറ പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് പൊളിക്കാം, ഒരു മാസം കഴിഞ്ഞിട്ട് പൊളിക്കാം, സമാധി ഇവിടെ ഉണ്ടാവും. ഈ ഹരി പരിപാടി ചെയ്യരുത്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ തേടാനുള്ള സാവകാശം ആ സാവകാശം തരാതെയാണ് ഒരു അറിയിപ്പ് നോട്ടീസ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കുടുംബം ഒന്നാകെ കല്ലറയ്ക്ക് ചുറ്റുമിരിക്കുകയാണ്. ജീവനോടെ സമാധിയിരുത്തിയോ എന്നുള്ള സംശയമാണ് ഉയരുന്നത്. ഇവർക്ക് ക്ഷേത്രത്തിന് ആ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ തന്നെ, ആ ഭൂമി വിട്ടുകൊടുത്തവർ തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു ക്ഷേത്രം ആവശ്യപ്പെട്ടപ്പോൾ അത് നാട്ടുകാർക്ക് കൂടി പ്രാർത്ഥിക്കാനൊരു ഇടം എന്ന നിലയ്ക്ക് ആ സ്ഥലം കൊടുത്തു. പക്ഷേ അവിടെ വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതികളുമൊക്കെ ആണ് അവിടെ കണ്ടിരുന്നത്. നാട്ടുകാരുമായി ഇവർക്ക് വലിയ ബന്ധമില്ല. ഈ ഗോപൻ സ്വാമിയെ തന്നെ കണ്ടിട്ട് 5-6 മാസമായി എന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ തികച്ചും ആരോഗ്യവാനായിരുന്നു തന്റെ പിതാവെന്നും നടന്നുപോയി സമാധിയായതാണ് എന്നൊക്കെയാണ് മകന്റെ വാദം. നോട്ടീസ് കൊടുത്തിട്ട് ഈ പന്നി എടുത്തോണ്ട് പോകുമ്പോൾ അങ്ങനെ എടുത്തോണ്ട് പോകാൻ നോക്കൂല. അവരുടെ ആകെ ആഗ്രഹം ഒരു നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നില്ല. കല്ലറയുടെ അളവെടുക്കുന്നു, പൊളിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണോ? സമയമെടുത്ത് പൊളിച്ചോളൂ, ഇപ്പോൾ പൊളിക്കരുത് എന്നാണോ ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്? സ്വാഭാവികമായും പോലീസ് പൊളിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് കല്ലറയുടെ അളവും മറ്റും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പോലീസ് കാണുന്ന ഒരു പ്രശ്നം, കുറച്ചുകൂടി സാവകാശം തന്ന് വീട്ടുകാർക്ക് നോട്ടീസ് നൽകി പൊളിക്കണം എന്നൊക്കെയാണ് വീട്ടുകാരും ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെടുന്നത്. പോലീസ് പക്ഷേ അൺഒഫീഷ്യലായി നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാവകാശം ഇപ്പോൾ കൊടുത്താൽ കോടതിയിൽ മറ്റും സമീപിക്കാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അത്തരം ചില നിയമോപദേശവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇതിൻ്റെ ചുമതലയ്ക്ക് നൽകുന്ന ഫോർട്ട് എ സിക്ക് ലഭിച്ചത്.